കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടികൾക്കും വളരെയധികം നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും എടുത്തു പറയാനുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തലസ്ഥാന നഗരി എന്ന് പറയുന്നത്. അവിടുത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്തായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് തൊട്ട് പടിവാതിൽകൾ എത്തി നിൽക്കെ തന്നെ പല രീതിയിലുമുള്ള സർവേ റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ദേശീയ തലത്തിൽ നിന്ന് തന്നെ വന്ന സർവേ റിസൾട്ടുകൾ പ്രകാരം, വോട്ടർ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പ്രകാരം എന്താണ് തലസ്ഥാന നഗരിയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും തലസ്ഥാന നഗരിയിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിൻ്റെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടമായിരുന്നു തലസ്ഥാന നഗരിയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. 14 നിയമസഭാ സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും LDFിൻ്റെ ഒരു തേരോട്ടം തന്നെയായിരുന്നു. UDFിനും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നേട്ടമൊന്നും തന്നെ 2021 ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിങ്കര ഇവിടങ്ങളിലൊക്കെ തന്നെ എന്ത് തരം മാറ്റമാണ്, എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തീർച്ചയായിട്ടും ഇതിൽ പല സീറ്റുകളും LDFിന് നഷ്ടമാകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഓരോ സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും നിലവിൽ ചിറയൻകീഴ് നോക്കുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ LDF ആണ്. എന്നാൽ അവിടെ ഒരു ത്രികോണ പോരാട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും അവിടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാകുമെന്നുള്ളതും ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് ചിറയൻകീഴ് മാറുന്നു. അവിടെ എന്തും സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. നെടുമങ്ങാട് നോക്കുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെ BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിനാണ് കാണുന്നത്. വാമനപുരം വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. കഴക്കൂട്ടം വരുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ്. ആ സീറ്റ് BJPയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ ഏറ്റവും കൂടുതലായി നിൽക്കുന്നത്. വട്ടിയൂർക്കാവ് നിലവിൽ LDFിനാണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. അവിടെ BJPക്ക് നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു. തിരുവനന്തപുരം നിലവിൽ LDF ആണ്. അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തും സംഭവിക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറും. നേമം നിലവിൽ LDFിൻ്റെ കൈവശമാണ്. പക്ഷേ അത് BJPയിലേക്ക് പോകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ആറ്റിങ്ങലിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ LDF ആണ്. പക്ഷേ LDF വോട്ടുകൾ കുറയുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. BJP വോട്ടുകൾ കുത്തനെ കൂടുമെന്നും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളതും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. ഇനി വർക്കലയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നിലവിൽ ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളതും അവിടെ BJP വോട്ടുകൾ കൂടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതും അവിടെ LDF വോട്ടുകൾ കുറയാനും അതോടൊപ്പം തന്നെ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറാനും അവിടെ UDF വോട്ടുകൾ കൂടാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ത്രികോണ പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളതും അതോടൊപ്പം തന്നെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് വർക്കല മാറുന്നു. എന്തും സംഭവിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. വിജയിക്കുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം നന്നേ കുറയുന്ന ഒരു സ്ഥലമായിട്ട് വർക്കല മാറുമെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അരുവിക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അരുവിക്കരയിൽ നിലവിൽ LDF ആണ്. ആ സീറ്റ് ഒരു 50-50 ചാൻസ് ആയിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതും സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. പാറശാല നിലവിൽ LDF ആണ്. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. കാട്ടാക്കട നിലവിൽ LDF ആണ്. പക്ഷേ അവിടെ BJP വോട്ടുകൾ കുത്തനെ കൂടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ എന്തും സംഭവിക്കുന്ന ഒരു മണ്ഡലമായിട്ട് കാര്യങ്ങൾ മാറും. കോവളം നിലവിൽ UDFിൻ്റെ കൈവശമാണ്. UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. നെയ്യാറ്റിങ്കര നിലവിൽ LDFിൻ്റെ കൈവശമാണ്. അവിടെയും ഒരു കടുത്ത പോരാട്ടമാവും. പക്ഷേ ഒരു മുൻതൂക്കം നേരിയ തോതിൽ കാണിക്കുന്നത് LDFിനാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും 14 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ പല സ്ഥലങ്ങളിലും പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും BJP വോട്ടുകൾ കുത്തനെ കൂടാനും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പലതിലും BJP വിജയിക്കാൻ സാധ്യതയുള്ള തരത്തിലോട്ടും കാര്യങ്ങൾ എത്താം. അവിടെ LDF സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം. UDF സീറ്റുകൾ കൂടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം.
അങ്ങനെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6-7 സീറ്റുകൾ നേടിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറാം. അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3-4 സീറ്റുകൾ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ 3 സീറ്റുകളിൽ വലിയ തോതിൽ വിജയസാധ്യത നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ 3 സീറ്റുകളിലാണ് അവർക്ക് തിരുവനന്തപുരത്ത് വിജയസാധ്യത നിലനിൽക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ കുറയാനും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനും വിജയസാധ്യത കൂടുതലുള്ള സ്ഥലങ്ങൾ കൂടുതലായി വരാനും തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മറിയുന്നു. യു ഡി എഫിനായാലും സീറ്റുകൾ കൂട്ടാനും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് തരം അട്ടിമറിയും സംഭവിക്കാമെന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ മറിയുമോ, അതല്ല അവിടെ എൽ ഡി എഫിൻ്റെ ഒരു തേരോട്ടം ഇനിയും ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അവിടെ യു ഡി എഫിന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വിജയം സ്വന്തമാക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ മറിയുമോ, ബി ജെ പി വിജയപ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിലൊക്കെ തന്നെ അവർക്ക് വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.